ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മാർക്കറ്റ് ഇൻസൈറ്റ്. ഇന്ന് വീണ്ടും ഒരു വെള്ളിയാഴ്ച ദിനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് എല്ലാം സൂചിപ്പിക്കുന്ന ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ഓപ്പണിംഗ് ആണ്. കാരണം ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. എങ്കിൽ കൂടി ഇന്ന് വന്നിട്ടുള്ള ചൈനീസ് ഡാറ്റ ഏഷ്യൻ മാർക്കറ്റിനൊരു പുത്തൻ ഉണർവ് നൽകുന്നുണ്ട്. ചൈന അതിൻ്റെ ലെൻഡിങ് റേറ്റുകൾ അൺചേഞ്ച് ആയിട്ട് നിർത്തുകയും അതോടൊപ്പം തന്നെ എക്കണോമി ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മോണിറ്ററി മെഷേഴ്സ് ഉടൻ തന്നെ പിൻവലിക്കുന്നില്ല എന്ന ഒരു സൂചന നൽകുകയും ചെയ്തു. അത് മൊത്തത്തിൽ ഏഷ്യൻ എക്കണോമിക്ക് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നൽകുന്നുണ്ട്. എന്നാൽ ജപ്പാൻ ഇൻഫ്ലേഷൻ ഡാറ്റ കുറച്ച് ഹയർ ആയതുകൊണ്ട് ജപ്പാൻ ഇൻഡെക്സസ് മാത്രം ഇന്ന് ലോവറായിട്ട് ട്രേഡ് ചെയ്യുന്നു. എന്നാൽ ചൈനീസ് ഇൻഡെക്സ് ഏകദേശം 1% അപ്പായിട്ടാണ് ഇന്ന് ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്നത്. നിഫ്റ്റി സൂചിപ്പിക്കുന്നത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. 5 പോയിന്റിൻ്റെ അപ്സൈഡ് മാത്രമാണ് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. വ്യാപാരം തുടങ്ങുമ്പോൾ കൂടുതൽ സെൻറ്റിമെൻറ്റ്സ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇറാൻ ഇസ്രായേൽ സംഘർഷം കൂടുതൽ തീവ്രമായി കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം രണ്ട് രാജ്യങ്ങളുടെയും മർമ്മപ്രധാനമായിട്ടുള്ള പ്രവിശ്യകളിലാണ് ആക്രമണങ്ങൾ ഉണ്ടായത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൈഫ റീജിയൻ, അദാനി ഉൾപ്പെടെയുള്ള അദാനിയുടെ ഉടമസ്ഥതയിലുള്ള പോർട്ട് സ്ഥിതി ചെയ്യുന്ന ഹൈഫ റീജിയനാണ് ഇന്നലെ കൂടുതലായിട്ട് ആക്രമിക്കപ്പെട്ടത്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിട്ട് അവരുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബിൽഡിങ്ങുകൾ തകർക്കപ്പെട്ടു എന്നൊരു വാർത്ത കൂടെ വരുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ചാണെങ്കിൽ ടെഹ്റാൻ റീജിയനിലാണ് കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായത്. ഒപ്പം ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കുന്നു എന്ന ഒരു സൂചന ഇസ്രായേൽ ഉപയോഗിച്ചു എന്നൊരു സൂചന കൂടി നൽകുന്നുണ്ട്. ഇത് കൂടുതൽ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിൻ്റെ ആശങ്കകളുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലുള്ള സ്ട്രൈറ്റ് ഓഫ് ഹോർമ്യൂസിൻ്റെ ആശങ്കയാണ്. ഇന്ന് ഗ്ലോബലി ഉള്ള ഓയിൽ സപ്ലൈയുടെ 25% നിയന്ത്രിക്കപ്പെടുന്നത് ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമ്യൂസ് വഴിയാണ്. അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിൽ പ്രൈസിലൊരു ഹൈക്ക് ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയർന്നു. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻസ് മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ റുപ്പി കഴിഞ്ഞ ദിവസം 3 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കാണ് വന്നത്. $ഡോളർ കുറച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു മിക്സഡ് സെൻറ്റിമെൻറ്റ്സിലാണ് ഇന്ന് വ്യാപാരം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓവർനൈറ്റ് പൊസിഷൻസ് നമ്മൾ കൂടുതൽ ബിൽഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇൻട്രാഡേ ട്രേഡേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ട് നൽകാനുള്ളത്. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ ഓരോ കറക്ഷനിലും ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്കുകൾ വാങ്ങാനുള്ള മികച്ച അവസരമായിട്ട് ഈ ഒരു കറക്ഷൻ എടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഏവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.